കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ വൻ തീപിടുത്തം. പ്ലാന്റും കെട്ടിടവും കത്തി നശിച്ചു. തീ പൂർണ്ണമായി അണച്ചിട്ടുണ്ട്. ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി റോഡിൽ നിന്ന് പൊട്ടിച്ച പടക്കം പ്ലാന്റിലേക്ക് തെറിച്ചു വീണതാണ് അപകടത്തിന്റെ കാരണമെന്നാണ് സംശയം. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഇംതിയാസ്, വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായത്. പ്ലാന്റും കെട്ടിടവും പൂർണ്ണമായും കത്തി നശിച്ചു. ഇതിപ്പോൾ പടക്കം പൊട്ടിച്ചപ്പോൾ ഉണ്ടായത് തന്നെയാണോ ഈ ഒരു അപകടം? എന്താണ് ലഭിക്കുന്ന വിവരം? സന്ധ്യ, ഇന്ന് പുലർച്ചെയാണ് താമരശ്ശേരി എലോക്കരയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റിന് തീ പിടിച്ചത്. വലിയ തീപിടുത്തമാണ്. ആ ഫാക്ടറിയുടെ 3 നില കെട്ടിടം, ആ 3 നില കെട്ടിടത്തിലേക്ക് തീ പടർന്നു. അതോടുകൂടിയാണ് ഇത് വലിയ തീപിടുത്തമായി മാറിയത്. 20 കിലോമീറ്റർ അപ്പുറത്ത് നിന്നുള്ള വെള്ളിമാട് കുന്ന്, അതുപോലെ തന്നെ നരിക്കുരി ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് അവിടെ എത്തി തീ അണച്ചത്. എന്നാൽ 5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സന്ധ്യ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ആ ഭാഗങ്ങളിലൊക്കെ ന്യൂ ഇയറിന്റെ ആഘോഷമുണ്ടായിരുന്നു. പടക്കം പൊട്ടിച്ചിരുന്നു. റോഡിൽ നിന്ന് പൊട്ടിച്ച പടക്കത്തിൽ ചിലത് ഈ ഫാക്ടറിയുടെ ഭാഗത്തേക്ക് പോയി. അങ്ങനെയാണ് തീ പടർന്നത് എന്ന് അവിടെയുള്ള ചില ആളുകൾ സംശയം പറയുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ സംശയം ഉന്നയിക്കുന്നത്. കാരണം ഈ ഫാക്ടറിയിൽ 70-ലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ രാത്രി ഇത് പ്രവർത്തിക്കാറില്ല. വൈകുന്നേരം തന്നെ ഇതിന്റെ ജോലിയെല്ലാം കഴിഞ്ഞ ആളുകളൊക്കെ അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് പതിവ്. അങ്ങനെ പോയ ആളുകളാണ് രാത്രിയിൽ അവിടെ ന്യൂ ഇയർ ആഘോഷം ഉണ്ടായിരുന്നുവെന്നും പടക്കം പൊട്ടിയതാണ് എന്നുമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെ പറഞ്ഞു വെക്കുന്നത്. തൊട്ടടുത്തൊരു പിക്കപ്പ് വാൻ ഉണ്ടായിരുന്നു ഈ കെട്ടിടത്തിന്റെ തൊട്ടടുത്തായിട്ട്. ആ പിക്കപ്പ് വാനും പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ അത് കൂമ്പാരമായി ഇട്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതിലേക്കാണ് ഈ തീ പടർന്നത്. അതിൽ നിന്ന് ഫാക്ടറിയുടെ പ്ലാന്റിന്റെ താഴെ ഭാഗത്തേക്കും അവിടെ നിന്ന് മുകൾ ഭാഗത്തേക്കും തീ പടർന്നു. ഇങ്ങനെയാണ് വ്യാപ്തിയിലെത്തിയത്. ഇതങ്ങനെ ഒരു പ്രധാനപ്പെട്ട ജനവാസ മേഖലയല്ല. അതുകൊണ്ട് ആളുകൾക്ക് അപായമുണ്ടാവുന്ന അവസ്ഥയോ തൊഴിലാളികൾക്ക് അപായമുണ്ടാവുന്ന എന്തായാലും വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂ ഇയർ ആഘോഷങ്ങൾക്കിടെ പടക്കം എറിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ അപകടം ഉണ്ടായതാണ് എന്ന രീതിയിലാണ് സംശയങ്ങൾ നിലനിൽക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്.